എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് മോളുടെ വയസ്സറിയിക്കൽ ചടങ്ങിൻ്റെ ഒരു ഫങ്ഷനാണിത്. ഇതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കിയാണ്. ഇതിൽ ഒത്തിരി ചടങ്ങുകളൊക്കെ ഉണ്ട്. ഇതിന് ഫസ്റ്റായിട്ട് നമ്മൾ തലയിൽ എണ്ണ ഒഴിക്കുന്നൊരു ചടങ്ങാണ്. അതായത് ഓരോരുത്തർ വന്നിട്ട് ഇങ്ങനെ ഒരു പ്ലാവിൻ്റെ ഇല എടുത്തിട്ട് അതിൽ കുറച്ച് എണ്ണയാക്കിയിട്ട് ഒരു പ്ലേറ്റിൽ എണ്ണയാക്കിയിട്ട് അതിങ്ങനെ താഴത്തോട്ട് ഇങ്ങനെ പിടിക്കും. എന്നിട്ടൊരു ചേച്ചി ഇങ്ങനെ അവളെ കുളിപ്പിക്കാനൊരു ചേച്ചി വരും. അപ്പോൾ എന്നിട്ട് ഓരോരുത്തർ കുറച്ച് ഒഴിക്കുക. നമ്മളെ തലയിൽ വെറ്റില വെച്ചിട്ട് അതിനകത്ത് താലി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ താഴെ പിടിക്കുന്ന പ്ലേറ്റിലോട്ട് ആ താലി വീഴണം, അങ്ങനെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അമ്മ, അച്ഛമ്മ, അമ്മായി അങ്ങനെ എല്ലാവരും ലാസ്റ്റ് സ്വന്തം അമ്മയാണ് അത് ഒഴിക്കേണ്ടത്. അപ്പോൾ ആ താലി ആ പ്ലേറ്റിലോട്ട് വീഴണം. അപ്പോൾ അത് ഏത് ദിശയാണോ അത് വീഴുന്നതിന് ഒരു ഇതൊക്കെ ഉണ്ട്, എന്താ പറയുക, ശാസ്ത്രമൊക്കെ ഉണ്ട്. അപ്പോൾ അത് വീഴുന്നത് ഏത് രീതിയിലേക്കാണോ അതിനൊരു എന്തോ പറയും. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ അതിനായിട്ട് ഓരോരുത്തരും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് അച്ചമ്മ ചെയ്തു, രണ്ടാമത് അവളുടെ വല്യമ്മ ചെയ്തു, പിന്നെ മൂന്നാമതായിട്ട് അവളുടെ അമ്മായിയാണ് ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് അമ്മായി കഴിഞ്ഞതിന് ശേഷം പിന്നെ അവളുടെ വല്യമ്മ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ചെയ്യാവുന്നത് അടുത്തത് അമ്മയാണ്. ലാസ്റ്റ് അമ്മയ്ക്കാണ് ചാൻസ്. എന്നിട്ട് അമ്മ ആ വെറ്റിലയിലുള്ള താലി ആ പ്ലേറ്റിലേക്ക് തള്ളിയിടണം. ആ എണ്ണ ഒഴിച്ചിട്ട് ആ എണ്ണയുടെ ഇതിലൂടെ ആ താലി ആ പ്ലേറ്റിലേക്ക് വീഴണം. എന്നിട്ട് ആ താലി വീഴുന്നത് കമിഴ്ന്നിട്ടാണോ മലർന്നിട്ടാണോ അങ്ങനെയൊക്കെയുള്ള ഒരു ഇതാണ്, ഒരു ശാസ്ത്രമാണ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും അത് പഴി നോക്കുകയാണ്, കാരണം എങ്ങനെയാണ് വീണിക്കണമെന്നുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ കുളിക്കാനുള്ളൊരു തയ്യാറെടുപ്പാണ്. ആ ചേച്ചിയാണ് അവളെ കുളിപ്പിച്ച് റെഡിയാക്കി കൊണ്ടുവരിക. അത് കഴിഞ്ഞതിന് ശേഷം എന്നിട്ട് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ചടങ്ങ് കൂടെ ഉണ്ട്. അത് ഞാൻ വീഡിയോയിൽ ഇടാൻ മറന്നുപോയി. അതിന് ശേഷം സഹോദരനെ കാണാമെന്നൊരു ചടങ്ങ് കൂടെ ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ മോള് പുറത്ത് വെച്ചിട്ടാണ് മേക്കപ്പൊക്കെ ചെയ്യുന്നത്. വീടിൻ്റെ സൈഡിൽ വെച്ചിട്ട് നമ്മൾ ഉള്ളിലേക്ക് പിന്നെ എല്ലാ ചടങ്ങും കഴിഞ്ഞിട്ടാണ് വീടിനകത്തോട്ട് കയറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് മേക്കപ്പ് അവളുടെ അമ്മായിയുടെ മകൾ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. മേക്കപ്പൊക്കെ ചെയ്ത് അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അടുത്ത ചടങ്ങ്. മേക്കപ്പ് കഴിഞ്ഞിട്ട് പിന്നെ അവൾക്ക് കൊട ചൂടിക്കൊടുത്ത് നടത്തിയിട്ട് ഉമ്മറത്തേക്ക് കൊണ്ടുവരിക. പിന്നെ അതാണ് ആ ചടങ്ങാണ് പിന്നെയുള്ളത്. എന്നിട്ട് ഉമ്മറത്തേക്ക് വന്നതിന് ശേഷം പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സഹോദരൻ അവളുടെ ഒരു കുട ചൂടിയിട്ടാണ് അവളെ കൊണ്ടുവരുന്നത്. ബാക്കിൽ വലിയമ്മ കുട പിടിച്ചു കൊടുത്തിട്ട് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ വിളക്ക് പിടിച്ചിട്ട് അമ്മായി ബാക്കിനകത്ത് വരുന്നുണ്ട്, നിലവിളക്ക് പിടിച്ചിട്ട്. എന്നിട്ട് സഹോദരൻ കുടയുടെ മേലെ വെള്ളം ഒഴിക്കുക എന്നുള്ളൊരു ചെറിയൊരു ചടങ്ങുണ്ട്. അപ്പോൾ സഹോദരനെ കൊണ്ട് കപ്പിൽ വെള്ളം കൊടുത്തിട്ട് കുട ചരിച്ച് പിടിച്ച് 3 വട്ടം അതിൻ്റെ മേലെ വെള്ളം ഒഴിക്കുക. എന്നതിന് ശേഷമാണ് അവൾ അകത്തോട്ട്, അതായത് സിറ്റൗട്ടിലേക്ക് കയറുന്നത്. പിന്നെ ഉള്ളത് നമ്മൾ ഒരു കിണ്ടിയിൽ കുറച്ച് പൊതികളൊക്കെ വാഴയിലയിൽ കുറച്ച് പൊതികളൊക്കെ പൊതിഞ്ഞിടും. അതായത് ചന്ദനം, നെല്ല്, അരി, വറ്റൽമുളക്, ഉപ്പ്, എന്താ പറയുക, സ്വർണം, കരിക്കട്ട, തുളസിയില, അങ്ങനെയൊക്കെയുള്ള കുറച്ച് പൊതികളാക്കിയിട്ട് അത് ഒരു കിണ്ടിയിൽ ഉള്ളിൽ വെള്ളത്തിൽ വെച്ചിട്ട് മൂടിക്കെട്ടി, വാഴേൻ്റെ ഇല കൊണ്ട് മൂടിക്കെട്ടും. എന്നിട്ട് അത് അവൾ അതിന് 3 വട്ടം കൈ കൊണ്ട് ഇങ്ങനെ വലം വെക്കുന്ന പോലെ ചെയ്തിട്ട് അതിനകത്തുനിന്ന് ഓരോന്ന് എടുത്തിട്ട് ഓരോരുത്തർക്ക് അടുത്തുള്ള എല്ലാവരും കൊടുക്കും. അച്ഛനും അച്ഛമ്മയ്ക്കും വല്യമ്മയ്ക്കും അമ്മായിക്കും അമ്മയ്ക്കും. അവൾ ഫസ്റ്റ് ഒരെണ്ണം എടുത്ത് അവളുടെ അടുത്ത് തന്നെ സൂക്ഷിക്കണം. എന്നിട്ട് ബാക്കി എല്ലാവരും കൊടുത്ത് എല്ലാവരും തുറന്ന് നോക്കിയിട്ട് ആർക്കൊക്കെ എന്തൊക്കെ കിട്ടി എന്നുണ്ട്. അപ്പം മോൾക്ക് കിട്ടിയത് സ്വർണ്ണമായിരുന്നു. പിന്നെ ഓരോരുത്തർക്ക് ഓരോ നെല്ല്, അരി, അവളുടെ അച്ഛന് കിട്ടിയത് കരിക്കട്ടയായിരുന്നു. ഓരോന്നിനും ഓരോ ഇതുണ്ട്.
അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ തൊട്ടടുത്ത് തന്നെ നമ്മൾ മൺകലത്തിൽ പായസം ഉണ്ടാക്കിയിട്ടുണ്ടാവും. അരിയും ശർക്കരയൊക്കെ വെച്ചിട്ട് പായസം ഉണ്ടാക്കും. എന്നിട്ട് അത് അവൾ തന്നെ അതിനകത്തൊരു കത്തി വെച്ചിട്ട് അതൊന്ന് ചെറിയൊരു ഹോളാക്കിയിട്ട് അതിനകത്തേക്ക് അതിന് കത്തി കൊണ്ട് കുറച്ച് നമ്മൾ അതിന് കോരിയെടുക്കും. എന്നിട്ട് അത് അവൾ സ്വയം കഴിക്കും. അതിനുശേഷം പിന്നെ ആ ചടങ്ങ് അങ്ങനെ കഴിഞ്ഞു. എല്ലാവരുടെയും കയ്യിൽ തിരിച്ച് ആ കിണ്ടിക്കകത്തേക്ക് തന്നെ വെച്ചിട്ട് അവർ അവിടെ കിണ്ടി തിരിച്ചിട്ട് അമ്മായി കൊണ്ടുപോകും. പക്ഷെ അതിന് മുന്നേ നമ്മൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അവളുടെ അമ്മായി കെട്ടിയിട്ടുണ്ടാകും. കെട്ടിക്കൊടുത്തു. പിന്നെ അത് അവിടെ നിന്ന് എടുത്ത് കിണ്ടിയും കൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. നമ്മളെ തൊട്ടടുത്തൊരു തെങ്ങുണ്ട്. അപ്പോൾ ആ തെങ്ങിന് 3 വട്ടം വലം വെച്ചിട്ട് അതിനകത്തുള്ള നമ്മൾ പൊതിഞ്ഞ സാധനങ്ങളൊക്കെ ഇല്ലേ, അത് ആ തെങ്ങിൻ്റെ ചുവട്ടിൽ കളയുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് എന്നിട്ട് ആ തെങ്ങിന് നിലവിളക്ക് പിടിച്ചിട്ട് അമ്മായിയും മോള് അതിൻ്റെ ബാക്കിലും പിന്നെ അവളെ കൂടെ അവളുടെ വല്യമ്മയുടെ മകളും ഉണ്ട്. എന്നിട്ട് പിന്നെ അവരതിന് 3 വട്ടം വലം വയ്ക്കും. അത് കഴിഞ്ഞിട്ട് ഉടുപ്പ് കുറച്ച് വലുതായിരുന്നു, അതുകൊണ്ട് അവൾ പൊക്കി പിടിച്ച് കൊടുക്കുന്നുണ്ട്. അവൾ ചെറിയ കുട്ടിയല്ലേ, അപ്പം കുറച്ച് ഡ്രസ്സൊക്കെ അത്യാവശ്യം കുറച്ച് വലുതായിപ്പോയി. അങ്ങനെ അത് 3 വട്ടം വലം വെച്ചിട്ട് ആ കിണ്ടിയിൽ നമ്മൾ തുറന്നു നോക്കിയ പൊതികളുണ്ടല്ലോ അതെല്ലാം അവിടെ ഇട്ടിട്ട് പിന്നെ അവിടെ നിന്ന് പിന്നെ തിരിച്ച് വീട്ടിനകത്തോട്ട് കയറുക. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഓരോരുത്തരുടെ ഫോട്ടോ എടുക്കലും ഗിഫ്റ്റ് കൊടുക്കലും അങ്ങനെയുള്ളതും പിന്നെ നമ്മളെല്ലാവരും കുറച്ച് പേരൊക്കെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ അന്ന് എല്ലാവർക്കും നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി സദ്യയായിരുന്നു. എല്ലാവരും ചോറും എല്ലാ കറികളും പായസവും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ വൈകിട്ട് വിരുന്ന് പോകാമെന്നൊരു ചടങ്ങുണ്ട്. അമ്മേൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ വൈകിട്ട് വിരുന്ന് പോകാമെന്നുള്ളൊരു ചടങ്ങുണ്ട്. അപ്പോൾ ഇതാണ് മോളുടെ വയസ്സറിക്കൽ ചടങ്ങിലെ കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.